നമ്മുടെ മിൽക്കി വേ ഗാലക്സി അല്ലെങ്കിൽ മിൽക്കി വേ ആകാശഗംഗയിൽ മാത്രം എത്ര ഗ്രഹങ്ങളുണ്ടെന്നറിയാമോ? 200 ബില്യൺ എന്നുവെച്ചാൽ 20,000 കോടി ഗ്രഹങ്ങൾ. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ അത്ഭുതം. ഇതുപോലെയോ ഇതിലും വലുതോ ആയ 2 ലക്ഷം കോടി ഗാലക്സികളാണ് ഈ ബഹിരാകാശത്ത് ഒളിഞ്ഞിരിക്കുന്നത്. കോടാനുകൂടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉൽക്കകളും നിറഞ്ഞ ഈ ഭീമാകാരമായ പ്രപഞ്ചത്തിനു മുന്നിൽ നമ്മുടെ ഭൂമിയുടെ വലിപ്പം എത്രയാണെന്നറിയാമോ? കേവലം ഒരു അരിമണിയോളം മാത്രം. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള എണ്ണമറ്റ രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഈ അത്ഭുത രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനാണ് ശാസ്ത്രജ്ഞർ ബഹിരാകാശ യാത്രികരെ അങ്ങോട്ടയക്കുന്നത്. എന്നാൽ അവർ അവിടെ കണ്ടെത്തിയത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ബഹിരാകാശത്ത് പോകുന്നത് ഭൂമിയിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് പോകുന്നത് പോലെയല്ല. കാരണം ഈ യാത്രയിൽ ബഹിരാകാശ യാത്രികർ പലതരം ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്നു. ഈ കാരണം കൊണ്ടാണ് ബഹിരാകാശ യാത്രികരാവുന്നതുടനെ തന്നെ അവർക്ക് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ തുടർച്ചയായി ബഹിരാകാശത്ത് പോകാനുള്ള പരിശീലനം നൽകുന്നത്. ഇതിനുശേഷം ഇവരെ ഒരു സ്പേസ് ക്രാഫ്റ്റിലിരുത്തി ബഹിരാകാശത്തേക്ക് അയക്കുന്നു. പിന്നെ ഈ ബഹിരാകാശ യാത്രികരുടെ താവളമായി മാറുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS ആണ്. ഇത് ലോകത്തിലെ 16 രാജ്യങ്ങൾ ചേർന്ന് ഏകദേശം $150 ബില്യൺ ചിലവിൽ നിർമ്മിച്ചതാണ്. ISSനെ നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 408 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തുടർച്ചയായി ചുറ്റിക്കറങ്ങുന്ന ഒരു അഡ്വാൻസ്ഡ് ലബോറട്ടറി, ഹോട്ടൽ അല്ലെങ്കിൽ വാഹനമെന്നും വിളിക്കാം. കാരണം ഇവിടെ ബഹിരാകാശ യാത്രികർക്ക് ഭക്ഷണവും വെള്ളവും താമസവും ഉറക്കവും പരീക്ഷണങ്ങൾ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. എന്നാൽ ഓരോ കാര്യവും സീറോ ഗ്രാവിറ്റിയിൽ ചെയ്യേണ്ടതുണ്ട്. അത് സ്വയം വളരെ പ്രയാസകരമായ കാര്യമായി മാറുന്നു. അപ്പോ ബഹിരാകാശ യാത്രികർ ISSൽ പോയി ഭക്ഷണവും വെള്ളവും എങ്ങനെയാണ് കഴിക്കുന്നതും ജീവിക്കുന്നതും കുളിയും മലമൂത്ര വിസർജനവും പോലുള്ള അവശ്യ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു, അത് ജീവിക്കാൻ അവർക്ക് സ്വന്തം മൂത്രം കുടിക്കേണ്ടി വരുന്നുണ്ടോ? ഇതെല്ലാം ഈ രസകരമായ വീഡിയോയിൽ അറിയാം. ISSൽ പോയി ബഹിരാകാശ യാത്രികർ പ്രധാനമായി 5 കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുന്നു. അതിൽ റിസർച്ചും പരീക്ഷണങ്ങളും നടത്തുക, ISSന്റെ പരിപാലനവും അറ്റകുറ്റപ്പണികളും ചെയ്യുക, സ്പേസ് സൂട്ട് ധരിച്ച് തുറന്ന ബഹിരാകാശത്ത് സ്പേസ് വാക്ക് ചെയ്യുക, വ്യായാമം ചെയ്യുക, 8 മണിക്കൂർ ഉറങ്ങുക എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ ബഹിരാകാശ യാത്രികർ ഏറ്റവും വലിയ പ്രശ്നം നേരിടേണ്ടി വരുന്ന കാര്യം ദിനചര്യകൾ പിന്തുടരുന്നതിലാണ്. കാരണം ഭൂമിയിൽ നമ്മൾ എല്ലാവരും 24 മണിക്കൂറിൽ ഒരു തവണ സൂര്യോദയവും സൂര്യാസ്തമയവും കാണുന്നു. അതായത് ഇവിടെ ഒരു ദിവസം 24 മണിക്കൂറാണ്. എന്നാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിന്റെ വേഗത കാരണം 24 മണിക്കൂറിൽ ഭൂമിയെ 16 തവണ ചുറ്റുന്നു. അതായത് ഇവിടെ താമസിക്കുന്ന ബഹിരാകാശ യാത്രികർക്ക് ഒരു ദിവസം 16 തവണ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ സാധിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ബോഡി ക്ലോക്ക് തെറ്റാൻ തുടങ്ങുന്നു. അതിനാൽ അവർ രോഗികളാകാനും അവരുടെ ഉൽപാദനക്ഷമത ഇല്ലാതാകാനും സാധ്യതയുണ്ട്. അതിനാൽ ബഹിരാകാശ യാത്രികരും ഭൂമിയിലെ പോലെ തന്നെ 24 മണിക്കൂർ ദിവസത്തെ റൂട്ടീൻ പിന്തുടരുന്നു. സമയം നോക്കാൻ ബഹിരാകാശ യാത്രികർ ഒമേഗ കമ്പനിയുടെ സ്പീഡ് മാസ്റ്റർ പ്രൊഫഷണൽ വാച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് ഭൂമിയിലെ സമയമനുസരിച്ച് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ അവരെ സഹായിക്കുന്നു. ബഹിരാകാശ യാത്രികർ രാവിലെ 8 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഇവിടെ നിങ്ങളോട് പറയാം, ഭൂമിയിൽ ഗുരുത്വാകർഷണമുള്ളതുകൊണ്ട് നമ്മുടെ പാദങ്ങൾ നിലത്തായിരിക്കും. എന്നാൽ ബഹിരാകാശത്തെത്തുമ്പോൾ തന്നെ ബഹിരാകാശ യാത്രികരുടെ ശരീരം ഭാരമില്ലാതായി മാറുകയും വായുവിൽ ഒഴുകി നടക്കുകയും ചെയ്യുന്നു. അതുമൂലം ഭക്ഷണം കഴിക്കൽ, ടോയ്ലറ്റിൽ പോകൽ, കുളിക്കൽ തുടങ്ങിയ ദിനചര്യകളും വായുവിൽ ഒഴുകി നടന്ന് ചെയ്യേണ്ടി വരുന്നു. അതവർക്ക് വളരെ വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഇതവർ ചെയ്യുന്നത് കാണുന്നത് നിങ്ങൾക്ക് വളരെ രസകരമായിരിക്കും. അപ്പോൾ നമുക്ക് ISSലെ ബഹിരാകാശ യാത്രികരുടെ ദിനചര്യകൾ കാണാം. ആദ്യം വരുന്നത് ഫ്രഷ് ആകുന്ന ഊഴമാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും ബാത്റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ മലമൂത്ര വിസർജനത്തിനായി സ്പേസ് ടൈപ്പ് കമോഡുകളുണ്ട്. അതിന് താഴെ ഫാൻ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നു. അത് ശരീരത്തിന്റെ ഖരമാലിന്യങ്ങൾ പുറത്തുവരുമ്പോൾ തന്നെ അതിനെ സ്വന്തം ഭാഗത്തേക്ക് വലിച്ചെടുക്കുകയും ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി സീൽ ചെയ്യുകയും ചെയ്യുന്നു. വിതരണത്തിനായി അയക്കുന്ന കപ്പലുകൾ അവയെ തങ്ങളോടൊപ്പം ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. എന്നാൽ നമ്മൾ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്ത് വെച്ച് സ്വന്തം മൂത്രം കുടിക്കേണ്ടി വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതിന്റെ ഉത്തരം അതെ എന്നാണ്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. യഥാർത്ഥത്തിൽ ദ്രാവക മാലിന്യങ്ങൾക്ക് അഥവാ മൂത്രത്തിന് ഓരോ ബഹിരാകാശ യാത്രികന്റെയും പക്കൽ ഒരു പ്ലാസ്റ്റിക് ബാഗുണ്ട്. ഇത് സക്ഷൻ ട്യൂബാണ്. അത്
എല്ലാത്തരം ദ്രാവക മാലിന്യങ്ങളെയും വലിച്ചെടുത്ത് ഒരു പ്രത്യേകതരം ഉപകരണത്തിലേക്ക് അയക്കുന്നു. അതൊരു ഇലക്ട്രോളിസിസ് പ്രക്രിയയുടെ സഹായത്തോടെ ഇതിൽ നിന്ന് പുതിയ ഓക്സിജനും കുടിവെള്ളവും ഉണ്ടാക്കുന്നു. അതെ, ബഹിരാകാശ യാത്രികരുടെ മൂത്രത്തിൽ നിന്നാണ് കുടിവെള്ളം നിർമ്മിക്കുന്നത്. എന്നാൽ പല പ്രക്രിയകൾ നടക്കുന്നതിനാൽ ഈ വെള്ളം തികച്ചും ശുദ്ധവും കുടിക്കാൻ അനുയോജ്യവുമാകുന്നു. നാസ ഈ വാട്ടർ റിക്കവറി സിസ്റ്റത്തിന് മാത്രം $250 മില്യൺ ചിലവഴിച്ചുമെന്നറിയുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഫ്രഷ് ആയതിനു ശേഷം ബഹിരാകാശ യാത്രികർ കുളിക്കാൻ പോകുന്നു. അതിനായി അവർ ഒരു ടവലിൽ വെള്ളവും സോപ്പും പുരട്ടി ശരീരം നന്നായി തുടയ്ക്കുന്നു. ബഹിരാകാശത്ത് വെള്ളവും ഒഴുകി നടക്കുന്നു. അതിനാൽ വായുവിൽ വെച്ചാണ് ടവൽ നനയ്ക്കുന്നത്. ഏതെങ്കിലും ബഹിരാകാശ യാത്രികൻ ഈ ടവൽ പിഴിയുമ്പോൾ വെള്ളം അവരുടെ കൈകളിലും ഒരു സുതാര്യമായ പാളയായി ഒട്ടിപ്പിടിക്കുന്നു. അതിനാൽ ടവൽ ഉപയോഗിച്ച് ശരീരം നന്നായി തുടയ്ക്കേണ്ടതുണ്ട്. വനിതാ ബഹിരാകാശ യാത്രികരുടെ നീളമുള്ള മുടി കഴുകാൻ സ്പെഷ്യൽ റിൻസ്ലെസ് ഷാംപൂ ഉപയോഗിക്കുന്നു. ഇതുവഴി മുടി കഴുകാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അതേസമയം പുരുഷ ബഹിരാകാശ യാത്രികർക്ക് മുടിയും താടിയും ട്രിം ചെയ്യാൻ ഫാബി എന്നു പേരുള്ള ട്രിമ്മിംഗ് മെഷീൻ ഉണ്ട്. അതൊരു വാക്യൂം ക്ലീനറുമായി ഘടിപ്പിച്ചിരിക്കുന്നു. അതായത് മുടി മുറിക്കുന്നതിനോടൊപ്പം താഴെ വീഴുന്നതിന് പകരം വാക്യൂം ക്ലീനറിലേക്ക് പോകുന്നു. നന്നായി കുളിച്ചു കഴിഞ്ഞാൽ വസ്ത്രങ്ങളുടെ ഊഴമാണ്. സ്പേസിൽ താപനില 60 മുതൽ 70 ഡിഗ്രിക്ക് മുകളിലാണ്. അതിനാൽ ബഹിരാകാശ യാത്രികൾ ഹാഫ് സ്ലീവ് ടീഷർട്ടും ഷോർട്സും ധരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. രസകരമായ കാര്യമെന്തെന്നാൽ ഇന്നത്തെ ചില മടിയന്മാരായ യുവാക്കൾ ദിവസങ്ങളോളം ഒരേ വസ്ത്രം ധരിച്ച് ജീവിക്കുന്നത് പോലെ ബഹിരാകാശ യാത്രികരും ദിവസങ്ങളോളം ഒരേ ടീഷർട്ട് ധരിച്ച് ജീവിക്കുന്നു. കാരണം ISSൽ വസ്ത്രം കഴുകാനുള്ള സൗകര്യമില്ല. ഇപ്പോൾ ഇത്രയും ദൂരെ കഴിയുന്നതുകൊണ്ട് പലപ്പോഴും ബഹിരാകാശ യാത്രികർക്ക് കുടുംബത്തെ ഓർമ്മ വരികയും അവർക്ക് കരച്ചിൽ വരികയും ചെയ്യാറുണ്ട്. എന്നാൽ സ്പേസിൽ കരയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ണുനീർ എങ്ങോട്ട് പോകും? ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ ഒരു ബഹിരാകാശ യാത്രികൻ സ്വന്തം കണ്ണിൽ വെള്ളമൊഴിച്ച് കരയാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ വരുന്നുണ്ടായിരുന്നുവെങ്കിലും താഴെ വീഴുന്നതിന് പകരം മുഖത്ത് ഒട്ടിപ്പിടിച്ച് ഒഴുകി നടക്കുകയായിരുന്നു. അത് തുടയ്ക്കാൻ തുണിയുടെ ആവശ്യമുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ നിന്ന് ഭക്ഷണം തങ്ങളോടൊപ്പം കൊണ്ടുപോകും. അത് ഹൈഡ്രേറ്റ് ഫോമിലായിരിക്കും. അത് വളരെ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ്. സാധാരണയായി ഭക്ഷണത്തിൽ മുട്ട, ഇറച്ചി, ബ്രെഡ്, പച്ചക്കറികൾ ഉണ്ടാകും. അവ പ്രത്യേകിച്ചും ജപ്പാൻ, അമേരിക്ക, റഷ്യ എന്നിവിടങ്ങളിലാണ് തയ്യാറാക്കുന്നത്. പാത്രങ്ങളും പ്രത്യേക രീതിയിലാണ് രൂപം കൽപ്പന ചെയ്തിരിക്കുന്നത്. ഗ്രാവിറ്റി ഇല്ലാതെ കത്തിയും സ്പൂണും ആരുടെയും കണ്ണിലോ മൂക്കിലോ ചെവിയിലോ കുത്തിക്കയറാതിരിക്കാൻ വേണ്ടിയാണ്. അതിനാൽ സ്വന്തം ഇഷ്ടാനുസൃതമുള്ള റെഡി ടു ഈറ്റ് പാക്കറ്റുകൾ തിരഞ്ഞെടുത്ത് ബഹിരാകാശ യാത്രികർ അതിൽ ചൂടുവെള്ളമൊഴിച്ച് കുറച്ച് സമയം വെക്കുന്നു. അവരുടെ ഭക്ഷണം തയ്യാറാകുന്നു. ഇതിവർ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. ബഹിരാകാശ യാത്രികർ രാവിലെ 9 മണിക്ക് പ്രഭാത ഭക്ഷണവും 1 മണിക്ക് ഉച്ചഭക്ഷണവും 7 മണിക്ക് അത്താഴവും കഴിക്കുന്നു. ഇനി പ്രതിദിന ജീവിത പ്രവർത്തനങ്ങൾ പൂർത്തിയായ ശേഷം ജോലി ചെയ്യാനുള്ള ഊഴമാണ്. ഇതിനായി ബഹിരാകാശ യാത്രികർ ആദ്യം സ്വന്തം ഉപകരണങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം ഇന്റർനെറ്റ് വഴി മെഷീൻ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് മുഴുവൻ മിഷന്റെയും വിവരങ്ങൾ നൽകുന്നു. തുടർന്നിവർ തങ്ങളുടെ വാക്ക് ടാസ്കുകൾ പൂർത്തിയാക്കുന്നു. അതെ, ISSൽ വൈഫൈ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലൂടെ ബഹിരാകാശ യാത്രികർക്ക് റീൽസുകളും സിനിമകളും കാണാൻ കഴിയില്ല. ആവശ്യമെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണി നടത്താം. എല്ലാ ദിവസവും സ്പേസ് വാക്ക് ചെയ്യുന്നത് നിർബന്ധമല്ല. എന്നാൽ വർക്കൗട്ട് നിർബന്ധമാണ്. കാരണം ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിലെ എല്ലുകളിലും പേശികളിലും ബലഹീനത വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ജോലി പൂർത്തിയാക്കിയ ശേഷം ഇവർ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നു. ഇതിനായി ഇവർ ട്രെഡ്മില്ലിലോടുന്നു, സൈക്ലിംഗ് ചെയ്യുന്നു, ബോഡി സ്ട്രെച്ചിങ് ചെയ്യുന്നു. ഒടുവിൽ അത്താഴം കഴിച്ചതിന് ശേഷം ബഹിരാകാശ യാത്രികർ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുകയോ സ്വന്തം ജോലി പൂർത്തിയാക്കുകയോ ചെയ്യുന്നു. തുടർന്ന് ഏകദേശം 10:30 ഇവർ തങ്ങളുടെ സ്ലീപ്പിംഗ് പോഡിൽ പോയി ഉറങ്ങുന്നു. റെയിൽവേ ഡബ്ബയിൽ ഘടിപ്പിച്ചിട്ടുള്ള ബർത്ത് പോലെയുള്ള ബെഡിൽ സ്വന്തം ശരീരത്തെ സ്ലീപ്പിംഗ് ബാഗിൽ കെട്ടിയിടണം. സ്വന്തം ശരീരത്തെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തി ഉറങ്ങാൻ വേണ്ടിയാണിത്. തങ്ങളുടെ സ്ലീപ്പിംഗ് പോഡിൽ ഉറങ്ങുന്നതിന് മുൻപ് ഇവർക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം, പുസ്തകങ്ങൾ വായിക്കാം. ഇതിനുശേഷം ഇവർ 8 മണിക്കൂർ ആവശ്യമായ ഉറക്കം ലഭിക്കുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ റുട്ടീൻ വീണ്ടും പിന്തുടരുന്നു. എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം വന്നിട്ടുണ്ടാകും: ബഹിരാകാശത്ത് ബഹിരാകാശ യാത്രികർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുമോ എന്ന്. ബഹിരാകാശത്തിൽ ലവ് മേക്കിംഗ് ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഇതുവരെ ഈ കാര്യം പുസ്തകങ്ങളിലും സിനിമകളിലും മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളതെങ്കിലും ഫ്രഞ്ച് എഴുത്തുകാരനായ പിയറി കോളർ തന്റെ ദി ലാസ്റ്റ് മിഷൻ എന്ന പുസ്തകത്തിൽ ഔട്ടർ സ്പേസിലും ഇതിന്റെ ഒരു രഹസ്യ പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് പരാമർശിച്ചിരുന്നു. അതായത് ബഹിരാകാശ യാത്രികരുടെ ഒരു ജോഡി ബഹിരാകാശത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ദൂരെ നിന്ന് മനോഹരമായി തോന്നുന്ന ബഹിരാകാശ യാത്രികളുടെ ജീവിതം യഥാർത്ഥത്തിൽ എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവസരം ലഭിച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ബഹിരാകാശ യാത്രികനായി ബഹിരാകാശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കമന്റുകളിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. 1000 ലൈക്സ് എന്ന ടാർഗറ്റ് കൈവരിക്കാൻ ഞങ്ങളെ സഹായിക്കൂ. ഇതുപോലെയുള്ള രസകരമായ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.